വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൾട്ടി ലെവൽ ക്യൂ സ്കെഡ്യൂളിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിഫറെൻറ്റ് സ്കെഡ്യൂളിംഗ് അൽഗോരിതംസ് കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്, പ്രയോറിറ്റി സ്കെഡ്യൂളിംഗ്, അതുപോലെ റൗണ്ട് റോബിൻ സ്കെഡ്യൂളിംഗ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇനിയിപ്പം പറയാൻ പോകുന്നത് മൾട്ടി ലെവൽ ക്യൂ സ്കെഡ്യൂളിംഗ്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് നോക്കാം. A class of scheduling algorithms has been created for situations in which processes are easily classified into different groups. For example, a common division is made between foreground processes and background processes. These two types of processes have different response time requirements and so may have different scheduling needs. In addition, foreground processes may have priority externally defined over background processes. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ട്, ഡിഫറെൻറ്റ് പ്രോസസ്സസ് ഉണ്ട് നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിലെ ഡിഫറെൻറ്റ് പ്രോസസ്സ് നമുക്ക് ഒരു ബാച്ച് പ്രോസസ്സിംഗ് ഒക്കെ പറയുന്ന സമയത്ത് ഡിഫറെൻറ്റ് പ്രോസസ്സ് നമ്മൾ ബാച്ച് ആയിട്ടാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞു അല്ലേ. അതായത് ഓരോ ബാച്ചിനും ഓരോ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഓപ്പറേഷൻ ആയിരിക്കും ഉണ്ടാകും. ചില പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പ്രിൻ്റർ യൂസ് ചെയ്യുന്ന പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. ചില പ്രോസസ്സസ് എല്ലാം എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കും? കാൽക്കുലേഷൻസ് മോർ യൂസ് ചെയ്യുന്നതായിരിക്കും. CPU ബൗണ്ട്, IO ബൗണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ ഓരോന്നിനും ഓരോ ഡിഫറെൻറ്റ് പർപ്പസസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരം പ്രോസസ്സിനെ നമുക്ക് ചില ഗ്രൂപ്പ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. ഇപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് പറയുന്ന സമയത്ത് രണ്ട് തരം ടൈപ്പ് പ്രോസസ്സ് ഉണ്ട്. അതായത് ഫോർഗ്രൗണ്ട് പ്രോസസ്സ്, അതായത് ഇൻട്രാക്റ്റീവ് പ്രോസസ്സസ്, ആൻഡ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ബാച്ച് പ്രോസസ്സ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കൊരു ഡിവിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിനും ഓരോ ടൈപ്പായിരിക്കും, ഓരോ റിക്വയർമെൻ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കിപ്പോൾ ചിലതിൻ്റെ റെസ്പോൺസ് ടൈം വളരെ കൂടുതലായിരിക്കും. അതായത് ചിലത് നമുക്ക് ഇപ്പോൾ മെയിലിനൊക്കെ ഇപ്പോൾ നമുക്കറിയാം, മെയിൽ എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് അതിന് റിക്വസ്റ്റ് ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ റിപ്ലൈ അയക്കുക ആ ഒരു രീതിയിലില്ല അല്ലേ. അതായത് മെയിലും ഒരു ഓൺലൈൻ ചാറ്റിങ്ങും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലൈവ് സെഷനും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ റെക്കോർഡ് ചെയ്തിട്ടാണ് ഇടുന്നത്. അതുപോലെയല്ല ഒരു ലൈവ് ക്ലാസ് എന്ന് പറയുന്നത്. ഒരു സൂം മീറ്റിംഗ് എന്ന് പറയുമ്പോൾ അത് ലൈവാണ്. അപ്പോൾ രണ്ടുപേരും ഒരേ സമയത്ത് തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നേരെ മറിച്ച് ഇത്തരത്തിൽ ഞാൻ റെക്കോർഡ് ചെയ്തിടുന്ന ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും കേൾക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ കാണാൻ വേണ്ടി പറ്റും. ആ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ ഡിഫറെൻറ്റ് പ്രോസസ്സ് എടുക്കുമ്പോൾ ചിലതിൻ്റെ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള സ്കെഡ്യൂളിംഗ് നീഡ്സ് ഉണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ ഓരോ പ്രോസസ്സിനെ വെച്ചുകൊണ്ട് നമുക്ക് ഓരോ ഡിഫറെൻറ്റ് സ്കെഡ്യൂളിംഗ് നീഡ്സാണ് ഉണ്ടാവുന്നത് അല്ലേ. അപ്പം ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടി വരും എന്നർത്ഥം. ഡിഫറെൻറ്റ് പ്രോസസ്സിനും ഡിഫറെൻറ്റ് റെസ്പോൺസ് റിക്വയർമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഡിഫറെൻറ്റ് സ്കെഡ്യൂളിംഗ് നീഡായിരിക്കും ഉണ്ടാവുക. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഓരോ പ്രോസസ്സിൻ്റെയും പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഫോർഗ്രൗണ്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞു, ഒരു ഇൻറ്ററാക്റ്റീവ് പ്രോസസ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സിനേക്കാളും ഡെഫിനറ്റ്ലി കൂടുതലായിരിക്കും അല്ലേ. മിക്ക കേസസിലും അത് കൂടുതലായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഡിഫറെൻറ്റ് പ്രോസസ്സിനെ അതിൻ്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക് അനുസരിച്ചുകൊണ്ട് നമുക്കതിനെ ഡിഫറെൻറ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എ മൾട്ടി ലെവൽ ക്യൂ സ്കെഡ്യൂളിംഗ് അൽഗോരിതം പാർട്ടീഷൻ ദ റെഡി ക്യൂ ഇൻടു സെവറൽ സെപ്പറേറ്റ് ക്യൂസ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഓരോന്നിനും സ്കെഡ്യൂൾ ചെയ്യുന്നതിന് മുമ്പ് അത് എവിടെയാണ് ഉണ്ടാവുക? നമ്മുടെ ജോബ് പൂളിൽ നിന്നും നമ്മുടെ റെഡി ക്യൂയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ റെഡി ക്യൂവിനെ ഈ ഒരു റിക്വയർമെൻറ്റിനനുസരിച്ച് നമ്മളോരോ പ്രോസസ്സിന് നമ്മൾ പാർട്ടീഷൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ ഓരോ ഡിഫറെൻറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള ക്യൂസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഡിഫറെൻറ്റ് ക്യൂസ് ആയിട്ടാണ് ഈ റെഡി ക്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? പാർട്ടീഷൻ ചെയ്യുന്നത്. ദ പ്രോസസ്സസ് ആർ പെർമനൻ്റ്ലി അസൈൻ ടു one queue, generally based on some property of the process such as memory size, process priority or process time. അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം പെർമനൻ്റ്ലി ആ ഒരു ക്യൂവിൽ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യില്ല. ഒന്നിപ്പോൾ എല്ലാ പ്രോസസ്സിനും സെയിം മെമ്മറി സൈസുള്ള പ്രോസസ്സിനെല്ലാം ഒരു ക്യൂവിലേക്ക്, അതുപോലെ ഹൈ പ്രയോറിറ്റി ഉള്ള പ്രോസസ്സെല്ലാം ഒരു ക്യൂവിലേക്ക്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഓരോ ക്യൂ ആയിട്ട് നമുക്ക് എന്താ ചെയ്യുക? അതിനെ പാർട്ടീഷൻ ചെയ്യാം. അതായത് അതേപോലെ തന്നെ പ്രോസസ് ടൈപ്പിനനുസരിച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതിനെ പാർട്ടീഷൻ ചെയ്തെടുക്കാം.
ഒക്കെ ചില പ്രോസസ്സ് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ആയിരിക്കും, അതൊരു ക്യൂ. മറ്റൊരു സെറ്റ് ഓഫ് പ്രോസസ്സ് എന്ന് പറയുന്നത് വേറൊരു ടൈപ്പ് ആയിരിക്കും, ആ ഒരു പെർട്ടിക്കുലർ ക്യൂ. അങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതല്ലെങ്കിലോ ഓക്കെ, ഈ ഒരു പ്രോസസ്സിന് ഹൈ പ്രയോറിറ്റിയാണ്, അതൊരു ക്യൂ. നെക്സ്റ്റ് പ്രയോറിറ്റിയുള്ള പ്രോസസ്സ് ഒരു ക്യൂ. അപ്പോൾ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. അതല്ലെങ്കിൽ വേറൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഏതെങ്കിലും മെമ്മറി സൈസ് ആയിരിക്കും. അതായത് ഹൈ മെമ്മറി സൈസ് ഉള്ളത്, ലോ മെമ്മറി സൈസ് ഉള്ളത്. അപ്പോൾ ഈ ഒരു അല്ലെങ്കിൽ സെയിം മെമ്മറി സൈസ് ഉള്ളതെല്ലാം ഒരു ക്യൂ. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത്തരം പ്രോസസ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഡിഫറെൻറ്റ് ക്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെ ഒരു പ്രാവശ്യം ഒരു പ്രോസസ്സിനെ ഒരു ക്യൂയിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പെർമനൻ്റ്ലി ദാറ്റ് പ്രോസസ് വിൽ ബി ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ക്യൂ. ഓക്കെ, ആൻഡ് ഈച്ച് ക്യൂ ഹാസ് ഇറ്റ്സ് ഓൺ സ്കെഡ്യൂളിംഗ് അൽഗോരിതം. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോസസ്സ് എടുത്തു, ഒരു പ്രോസസ്സിൻ്റെ ഒരു ക്യൂ, ഒരു റെഡി ക്യൂ എന്ന് പറയുന്നത് നമ്മൾ ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞു, ഡിഫറെൻറ്റ് ക്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഇനി ഈ ഓരോ ക്യൂവിലെയും സ്കെഡ്യൂളിംഗ് എന്ന് പറയുന്നത് ഓരോ ഡിഫറെൻറ്റ് സ്കെഡ്യൂളിംഗ് അൽഗോരിതംസ് ആയിരിക്കും. ഒരു പക്ഷേ ഒരു ക്യൂ ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആയിരിക്കാം. നെക്സ്റ്റ് വേണമെങ്കിൽ അത് വേറെ ഏതെങ്കിലും സ്കെഡ്യൂളിംഗ് അൽഗോരിതം ആയിരിക്കാം ഫോളോ ചെയ്യുന്നത്. Then, for example, separate queues might be used for foreground and background process. ഇപ്പോൾ നമ്മൾ ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഓരോന്നിനും ഓരോ ഡിഫറെൻറ്റ് ക്യൂ സ്കെഡ്യൂളിംഗ് അൽഗോരിതമായിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആ ഒരു രീതിയിലാവാം അത് സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവുക. ദെൻ ദ ഫോർഗ്രൗണ്ട് ക്യൂ മൈറ്റ് ബി സ്കെഡ്യൂൾഡ് ബൈ എൻ RR അൽഗോരിതം, while the background queue is scheduled by an FS algorithm. ഇപ്പോൾ നമ്മളിവിടെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താ, ഒരു ഫോർഗ്രൗണ്ട് ക്യൂ എന്ന് പറയുന്നത് RR അൽഗോരിതം വെച്ചിട്ടായിരിക്കാം സ്കെഡ്യൂൾ ചെയ്യുന്നത്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ക്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് അൽഗോരിതം വെച്ചിട്ടാവാം സ്കെഡ്യൂൾ ചെയ്യുന്നത്. ഇൻ അഡീഷൻ there must be scheduling among the queues which is commonly implemented as fixed priority preemptive scheduling. അപ്പോൾ നമുക്കറിയാം ഒരു ഫോർഗ്രൗണ്ട് പ്രോസസ്സെല്ലാം ആ ഒരു ക്യൂ എല്ലാം ആ ഒരു രീതിയിലാണ് സ്കെഡ്യൂൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഓരോന്നിൻ്റെയിലും ഫിക്സഡ് പ്രയോറിറ്റി പ്രിയംറ്റീവ് സ്കെഡ്യൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഓരോ ക്യൂവിൻ്റെ ഉള്ളിലും. ഓക്കെ, അത്തരത്തിലാണ് പറയുന്നത്. ദെൻ ഫോർ എക്സാമ്പിൾ ദ ഫോർഗ്രൗണ്ട് ക്യൂ മേ ഹാവ് അബ്സല്യൂട്ട് പ്രയോറിറ്റി ഓവർ ദി ബാക്ക്ഗ്രൗണ്ട് ക്യൂ. അപ്പോൾ ഫോർഗ്രൗണ്ട് ക്യൂവിൻ്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് പ്രയോറിറ്റി ആയിരിക്കും ഏതിനേക്കാളും, ബാക്ക്ഗ്രൗണ്ട് ക്യൂവിനേക്കാളും. അപ്പം ഈ ഓരോ ഡിഫറെൻറ്റ് പ്രോസസ്സ് ഉണ്ട്. അപ്പം അതിൽ ഓരോ ക്യൂവിനും ഓരോ ഡിഫറെൻറ്റ് എന്തുണ്ട്, സ്കെഡ്യൂളിംഗ് അൽഗോരിതം ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ, ഈ ക്യൂസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഈ സെറ്റ് ഓഫ് ക്യൂസ് ഫസ്റ്റ് എന്ത് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിന് ഫസ്റ്റ് നമ്മൾ CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സ്കെഡ്യൂൾ ചെയ്യാൻ വേണ്ടി പറ്റും ഓരോ ക്യൂസിൻ്റെ ഉള്ളിൽ. അതുപോലെ തന്നെ ആ ഓരോ ഡിഫറെൻറ്റ് ക്യൂസിൽ ഏതാണ് ഫസ്റ്റ്, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്കെഡ്യൂൾ ചെയ്യാം. ദെൻ എക്സാമ്പിൾ, ലെറ്റ്സ് ലുക്ക് അറ്റ് എൻ എക്സാമ്പിൾ ഓഫ് എ multi-level queue scheduling algorithm with 5 queues listed below in order of priority. ഇപ്പോൾ ഇവിടെ നമ്മൾ 5 ഡിഫറെൻറ്റ് ക്യൂസിനെ കാണാൻ വേണ്ടി പറ്റും. ഏതൊക്കെയാണ്, സിസ്റ്റം പ്രോസസ്സസ്, ഇൻ്ററാക്റ്റീവ് പ്രോസസ്സസ്, ഇൻ്ററാക്റ്റീവ് എഡിറ്റിംഗ് പ്രോസസ്സസ്, ബാച്ച് പ്രോസസ്സസ്, സ്റ്റുഡൻറ്റ് പ്രോസസ്സസ്. അപ്പോൾ ഇതെല്ലാമാണ് ഡിഫറെൻറ്റ് പ്രയോറിറ്റീസ്. അപ്പോൾ ഇതിൽ വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ ഒരു ഓർഡർ ഓഫ് പ്രയോറിറ്റി നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഈച്ച് ക്യൂ ഹാസ് അബ്സല്യൂട്ട് പ്രയോറിറ്റി ഓവർ ലോവർ പ്രയോറിറ്റി ക്യൂസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫോർഗ്രൗണ്ട് പ്രോസസ്സിന് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സിനേക്കാളും അബ്സല്യൂട്ട് പ്രയോറിറ്റി ഉണ്ട്, അതിനേക്കാളും പ്രയോറിറ്റി കൂടുതലാണ് എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ പ്രോസസ്സിൻ്റെ ക്യൂവിൻ്റെ കേസിലും ഇവിടെ സിസ്റ്റം പ്രോസസ്സ് പറഞ്ഞു, ഇൻ്ററാക്റ്റീവ് പ്രോസസ്സ് പറഞ്ഞു, ഇൻ്ററാക്റ്റീവ് എഡിറ്റിംഗ് പ്രോസസ്സ് പറഞ്ഞു, ബാച്ച് പ്രോസസ്സിങ് പറഞ്ഞു, സ്റ്റുഡൻറ്റ് പ്രോസസ്സിങ്. ഇതെല്ലാം ഡിഫറെൻറ്റ് ക്യൂസ് ആണല്ലോ. അതായത് ഈ ഓരോ ക്യൂസിലും ഇത്തരത്തിലെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഉണ്ട് എന്നാണ് അർത്ഥം. ഇനി ഈ ഒരു ക്യൂ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനൊരു ലോവർ ടു ഹൈ പ്രയോറിറ്റി, ഹൈ ടു ലോവർ പ്രയോറിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അതായത് ഇവിടെ ഫസ്റ്റ് ഏതാ, സിസ്റ്റം പ്രോസസ്സിനായിരിക്കും ഹൈ പ്രയോറിറ്റി. നമ്മളിപ്പോൾ പറയുമ്പോൾ 1 2 3 4 5 ഇങ്ങനെ ഓരോന്നും നമ്മൾ ഡിഫറെൻറ്റ് പ്രയോറിറ്റി അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിന് ഏറ്റവും ഹൈ പ്രയോറിറ്റി കൂടുതൽ ഏതാ, നമ്മൾ പറഞ്ഞു ഈ ഒരു കേസിലെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്താ, നമ്മൾ
ഈ ഒരു ടെക്സ്റ്റ് ഫോളോ ചെയ്യുമ്പോൾ ഇതിൽ ഹൈ പ്രയോറിറ്റി എന്ന് പറയുന്നത് ലോ നമ്പറാണ്. നമ്മൾ റാങ്കിങ് പറയുന്ന പോലെയാണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പം 1 ആണ് എന്ത് ഹൈ പ്രയോറിറ്റി. അപ്പം ഏറ്റവും ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഏതായിരിക്കും? സിസ്റ്റം പ്രോസസ്സായിരിക്കും. അതിൻ്റെ ആ ഒരു ക്യൂവിലുള്ള എല്ലാ പ്രോസസ്സും എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ അതിൻ്റെ തൊട്ട് താഴെയുള്ളത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഓക്കെ, ഇപ്പോൾ സിസ്റ്റം പ്രോസസ്സസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് സെറ്റ് ഓഫ് പ്രോസസ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇൻട്രാക്റ്റീവ് പ്രോസസ്സസ് എന്ന് പറയുമ്പോൾ അതിലും ഒരുപാട് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് പ്രോസസ്സസ് ആ ഒരു ക്യൂവിൽ ഉണ്ടാവണം അല്ലേ. അപ്പം ഈ സിസ്റ്റം പ്രോസസ്സ് എല്ലാം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഏത് എക്സിക്യൂട്ട് ആവുള്ളൂ? അതിൻ്റെ തൊട്ട് താഴെയുള്ള ഇൻറ്ററാക്റ്റീവ് പ്രോസസ്സ് എക്സിക്യൂട്ട് ആവുള്ളൂ. അതുപോലെയാണ് അത് എല്ലാം ഫുൾ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇൻറ്ററാക്റ്റീവ് എഡിറ്റിംഗ് പ്രോസസ്സ് എക്സിക്യൂട്ട് ആവുള്ളൂ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ സ്റ്റുഡൻറ്റ് പ്രോസസ്സ് എക്സിക്യൂട്ട് ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അതിൻ്റെ മേലെയുള്ള എല്ലാ ക്യൂസും അല്ലെങ്കിൽ എല്ലാ പ്രോസസ്സും ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ഒരു പ്രോസസ്സും അതിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ ബാക്കിയില്ല. കാരണം അതിൻ്റെ മേലെയുള്ളതിനെല്ലാം അതിനേക്കാളും ഹൈ പ്രയോറിറ്റിയാണ്. അപ്പോൾ ഹൈ പ്രയോറിറ്റിയുള്ള പ്രോസസ്സ് മാത്രമാണ് നമ്മൾ ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, so each queue has absolute priority over lower priority queues. No process in the batch queue, for example, could run unless the queues for system processes, interactive processes and interactive editing processor were all empty. അതായത് അതിലുള്ള പ്രോസസ്സെല്ലാം എംപ്റ്റി ആയി കഴിഞ്ഞാൽ മാത്രമേ ഏത് എക്സിക്യൂട്ട് ആവുള്ളൂ? ബാച്ച് പ്രോസസ്സ് എക്സിക്യൂട്ട് ആവുള്ളൂ. ഏതൊക്കെ കഴിഞ്ഞാൽ? സിസ്റ്റം പ്രോസസ്സ്, ഇൻറ്ററാക്റ്റീവ് പ്രോസസ്സ്, ഇൻറ്ററാക്റ്റീവ് എഡിറ്റിംഗ് പ്രോസസ്സസ്. കാരണം അതിനെല്ലാം ബാച്ച് പ്രോസസ്സിനേക്കാളും ഹയർ പ്രയോറിറ്റിയാണ്. അപ്പോൾ ആ ഹയർ പ്രയോറിറ്റിയിലുള്ള കിടക്കുന്ന ക്യൂസിലെ പ്രോസസ്സസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബാച്ച് പ്രോസസ്സ് ആ ഒരു പെർട്ടിക്കുലർ ക്യൂവിലുള്ള process run ആവുള്ളൂ. Then if an interactive editing process entered the ready queue while the batch process was running, the batch process would be preempted. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ബാച്ച് പ്രോസസ്സും ആ ബാച്ച് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേലെയുള്ള എല്ലാ പ്രോസസ്സും ഓൾറെഡി എക്സിക്യൂട്ടായി ആ ക്യൂ എല്ലാം എംപ്റ്റി ആണ്. ഓക്കെ, ഇനി ഇതിന് താഴെ തീരെ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാത്തൊരു പ്രോസസ്സ് ക്യൂ ഉണ്ട്. അതേതാണ്? സ്റ്റുഡൻറ്റ് പ്രോസസ്സാണ്. ഇനി ഈ ഒരു ബാച്ച് പ്രോസസ്സ് ആ ഒരു പെർട്ടിക്കുലർ ക്യൂവിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് അതിന് മേലെയുള്ള ഏതെങ്കിലും ഒരു ക്യൂവിലേക്ക് ഒരു പുതിയതായിട്ടൊരു പ്രോസസ്സ് വന്നത് എങ്കിൽ കറൻ്റ്ലി റണ്ണിങ് പ്രോസസ്സ് പ്രിയംപ്റ്റ് ചെയ്യപ്പെടും. ഓക്കെ, പ്രിയംപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വെയിറ്റിങ്ങിലേക്ക് മാറ്റും. അതിനുശേഷം അതിന് ഹയർ ഓർഡറിൽ കിടക്കുന്ന ഏത് ക്യൂവിലാണോ പുതിയ പ്രോസസ്സ് അറൈവ് ചെയ്തിട്ടുള്ളത് ആ പ്രോസസ്സിന് നമ്മൾ എന്ത് ചെയ്യും? CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. കാരണം എന്താ? അതിന് ബാച്ച് പ്രോസസ്സിനേക്കാളും ഹയർ പ്രയോറിറ്റിയാണ്. ഓക്കെ, ദെൻ ഹിയർ വി ഹാവ് എ ഡയഗ്രാം. സോ ഹിയർ സി, ഇതാണെന്ത്? ഹൈ പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഇവിടുന്ന് താഴോട്ട് വരുന്തോറും അതിൻ്റെ പ്രയോറിറ്റി കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള ലൈനാണ് ഹയസ്റ്റ് പ്രയോറിറ്റി, ഏറ്റവും താഴെ കിടക്കുന്നതാണ് ലോവസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന സമയത്ത് ഇവിടുത്തൊക്കെ ഓരോ ക്യൂ ആയിട്ട് സങ്കല്പിക്കുക. അപ്പോൾ സിസ്റ്റം പ്രോസസ്സ് ഉണ്ട്, ഇൻറ്ററാക്റ്റീവ് പ്രോസസ്സ് ഉണ്ട്, ഇൻറ്ററാക്റ്റീവ് എഡിറ്റിംഗ് പ്രോസസ്സ് ഉണ്ട്, ബാച്ച് പ്രോസസ്സ് ഉണ്ട്, സ്റ്റുഡൻറ്റ് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു രീതിയിൽ ഓർത്ത് ഇതൊരു എക്സാമ്പിളായിട്ട് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എക്സാമിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ വരുന്ന സമയത്ത് ഇവിടെ ഹൈ പ്രയോറിറ്റി എന്ന് പറയുന്നത് സിസ്റ്റം പ്രോസസ്സാണ്. അപ്പോൾ ആ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു ക്യൂ എംപ്റ്റി ആയി കഴിഞ്ഞാൽ മാത്രമേ ഇൻറ്ററാക്റ്റീവ് പ്രോസസ്സ് എക്സിക്യൂട്ട് ആവുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ക്യൂ ഉണ്ട്. ഓക്കെ, ഇൻറ്ററാക്റ്റീവ് പ്രോസസ്സിൽ ആ ക്യൂവിൽ 1, 2, 3 പ്രോസസ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ 3 പ്രോസസ്സും എക്സിക്യൂട്ട് ചെയ്ത് അത് എംപ്റ്റി ആയി കഴിഞ്ഞാൽ മാത്രമേ ഏത് എക്സിക്യൂട്ട് ആവുള്ളൂ? നെക്സ്റ്റ് ക്യൂവിൽ കിടക്കുന്ന പ്രോസസ്സ് എക്സിക്യൂട്ട് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ മൾട്ടി ലെവൽ സ്കെഡ്യൂളിങ്ങിൽ പറയാനുള്ളത്, മൾട്ടി ലെവൽ ക്യൂ സ്കെഡ്യൂളിങ്ങിൽ പറയാനുള്ളത്. അപ്പോൾ അവിടെ ഡിഫറെൻറ്റ് ലെവൽസ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു വേർഡ് മീനിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അവിടെ മൾട്ടി ലെവലുള്ള ഒരു ക്യൂ ആണ്. ആ ഒരു മൾട്ടി ലെവലിൽ കിടക്കുന്ന ക്യൂസിനെയാണ് നമ്മൾ സ്കെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറി
ബേസ് ചെയ്തുകൊണ്ട് നമുക്കിതിനെ ഡിഫറെൻറ്റ് ലെവൽസാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഒന്നുകിൽ അതിൻ്റെ സൈസായിരിക്കാം, അതല്ലെങ്കിൽ അതിൻ്റെ പ്രയോറിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഏത് പ്രോസസ്സാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പാണ്, ആ ഒരു രീതിയിൽ നമുക്കിതിനെ കാറ്റഗറൈസ് ചെയ്യാം. ഇപ്പം ഇത്തരത്തിൽ വരുന്ന സമയത്ത് ഏറ്റവും ഹയർ പ്രയോറിറ്റിയുള്ള പ്രോസസ്സായിരിക്കും ഫസ്റ്റ് എക്സിക്യൂട്ട് ആവുന്നത്. ആ ഒരു ക്യൂവിലുള്ള, അതായത് നമ്മളിവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് റെഡ്യൂ ക്യൂവിനെയാണ്. ആ റെഡ്യൂ ക്യൂവിലെ ഡിഫറെൻറ്റ് പ്രോസസ്സിനെ നമ്മൾ ഡിഫറെൻറ്റ് ക്യൂസായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ അതിലേറ്റവും ഹയർ പ്രയോറിറ്റി ഉള്ള ക്യൂ ആയിരിക്കും ഫസ്റ്റ് എക്സിക്യൂട്ട് ആവുന്നത്. അത് എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അതിൻ്റെ താഴെയുള്ള ക്യൂവിലുള്ള പ്രോസസ്സ് എക്സിക്യൂട്ട് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ബോട്ടം ലെവൽ ക്യൂ ലെവലാണല്ലേ. അപ്പോൾ ഈ ക്യൂ ലെവലിലുള്ള ഏറ്റവും ബോട്ടം ലെവലിലുള്ള ഒരു പ്രോസസ്സാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മേലെ ഒരു ഹയർ പ്രയോറിറ്റിയിലുള്ള പ്രോസസ്സും എക്സിക്യൂട്ട് ചെയ്യാൻ ഇനി ബാക്കിയില്ല എന്നാണ് അർത്ഥം. ഇനി ഏതെങ്കിലും ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാളും ഹയർ പ്രയോറിറ്റിയിലൊരു പ്രോസസ്സ് അതിൻ്റെ മേലെ കിടക്കുന്ന ഏതെങ്കിലും ഒരു ക്യൂവിലേക്ക് അറൈവ് ചെയ്ത് കഴിഞ്ഞാൽ, ഏത് ക്യൂവിലായിക്കോട്ടെ, ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഏത് ക്യൂവിലായിക്കോട്ടെ, ഒന്നുകിൽ സിസ്റ്റം പ്രോസസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻറ്ററാക്റ്റീവ് പ്രോസസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻറ്ററാക്റ്റീവ് എഡിറ്റിംഗ് പ്രോസസ് ആയിരിക്കാം, ഏത് ക്യൂവിലും ആയിക്കോട്ടെ, ആ ഒരു ക്യൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ കറൻ്റ്ലി റണ്ണിങ് ആയിട്ടുള്ള ക്യൂ എന്ത് ചെയ്യും, ആ പ്രോസസ്സ് അവിടെ പ്രിയംപ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, ഏറ്റവും താഴെ കിടക്കുന്ന പ്രോസസ്സിലെ ക്യൂവിലുള്ള പ്രോസസ്സ് അല്ലേ, ആ പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെ മേലെയുള്ള പ്രോസസ്സ് എല്ലാം എംപ്റ്റി ആവണം അല്ലേ. നേരെ മറിച്ച് അതിൻ്റെ മേലെയുള്ള ഏതെങ്കിലും ഒരു ക്യൂ, ആ ക്യൂവിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ ഹയർ ഓർഡറിൽ തന്നെ അല്ലെങ്കിൽ ഹയർ ലെവലിലുള്ള ക്യൂവിലേക്ക് തന്നെ പ്രോസസ്സ് വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ആ ലോവർ ലെവലിൽ കിടക്കുന്ന ഒരു പ്രോസസ്സിന് ഒരിക്കലും എക്സിക്യൂഷന് വേണ്ടി നമ്മുടെ CPU അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താ, അത് ഇൻഫിനിറ്റ് ടൈമിന് എന്ത് തന്നെയാണ്, അതിനേക്കാളും ഹയർ ലെവലിൽ കിടക്കുന്ന ഒരു ക്യൂവിലേക്ക് പ്രോസസ്സ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു സ്റ്റാർവേഷൻ എന്ന് പറയുന്നൊരു പ്രോബ്ലം വരും. ഓക്കെ, നമ്മൾ എന്താണ് സ്റ്റാർവേഷൻ ഉള്ളത് പഠിച്ചതാണ് അല്ലേ. അപ്പം ആ ഒരു കാര്യം ഓർത്തു വെക്കുക. അപ്പം അതാണ് ഇതിൽ വരുന്ന ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് മൾട്ടി ലെവൽ ക്യൂ സ്കെഡ്യൂളിംഗ്. മൾട്ടി ലെവൽ അല്ലേ, ഡിഫറെൻറ്റ് ലെവൽസാണ്. ആ ഓരോ ലെവൽ എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് ഡിവൈഡ് ചെയ്യുന്നത്, ക്യൂവിനാണ് ഡിവൈഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, സ്കെഡ്യൂൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ മൾട്ടി ലെവൽ ക്യൂ സ്കെഡ്യൂളിംഗ്. ഓക്കെ, താങ്ക് യു.